സ്റ്റോപ്പ് സ്ക്രോളിംഗ്. IMSCT എക്സാം എഴുതാൻ പോകുന്നവരാണോ നിങ്ങൾ? അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മെയ് 4 മുതൽ മെയ് 10 വരെയാണ് സിറ്റി സെലക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത്. മൊബൈൽ ഉപയോഗിച്ച് തന്നെ എങ്ങനെ സിറ്റി കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. IMUCT 2026 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും ഇത്. സോ ആദ്യം തന്നെ എല്ലാവർക്കും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്താണ് സിറ്റി സെലക്ഷൻ എന്നുള്ളത്. IMUCT എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പല സിറ്റീസിൽ നിന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള എക്സാം സിറ്റി, എക്സാം സെന്റർ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. വൺസ് നിങ്ങൾക്ക് ഏത് എക്സാം ആണോ, ഏത് എക്സാം സിറ്റി ആണോ വേണ്ടതെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നാണ്. സോ പോപ്പുലർ സിറ്റീസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഫിൽ ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡിലേ ചെയ്യരുത്. സോ സിറ്റി സെലക്ഷന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 4 തൊട്ടിട്ട് മെയ് 10 വരെയാണ്. മെയ് 10 കഴിഞ്ഞാൽ ഓട്ടോ അലോട്ട്മെന്റ് വരും. പക്ഷെ അതിൽ നിങ്ങൾക്ക് പ്രിഫേർഡ് സിറ്റീസ് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് മൊബൈലിൽ നിന്ന് എങ്ങനെ ഈ ഒരു സിറ്റി സെലക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതായത് ക്രോം ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനുശേഷം IMU ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക, പേജ് ഓപ്പൺ ചെയ്യുക. അതിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്കൊരു ഇമെയിൽ ID പാസ്വേഡ് കിട്ടിയിട്ടുണ്ടാവും, അത് വെച്ച് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഡാഷ്ബോർഡിൽ സിറ്റി സെലക്ഷൻ ഓപ്പൺ ക്ലിക്ക് ചെയ്യണം. അതിൽ അവൈലബിൾ സിറ്റീസിന്റെ ലിസ്റ്റ് വരും. ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ടാവും, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ് അങ്ങനെ ഉണ്ടാവും. സോ അതിൽ നിങ്ങൾ കെയർഫുള്ളി ഓരോന്നും സെലക്ട് ചെയ്യുക. നിങ്ങളുടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദൂരം, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംഫർട്ടബിലിറ്റി, ഇതൊക്കെ നോക്കിയിട്ട് വേണം പ്രിഫറൻസുകളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി. സോ അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം സ്ക്രീനിൽ കൺഫേം എന്ന് വന്നു കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യുക. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്കത് സേവ് ചെയ്യാം. ഇനി സിറ്റീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരം, അതുപോലെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംഫർട്ടബിലിറ്റി, അതായത് ബസ്സൊക്കെ പോകുന്ന റോഡാണോ, നിങ്ങൾക്ക് ടാക്സി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണോ എന്നൊക്കെ, അല്ലെങ്കിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സിറ്റീസ് ചൂസ് ചെയ്യേണ്ടത്. ഇനി ഇതില് കോമൺ ആയിട്ട് സ്റ്റുഡൻസ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട്. അതായത് ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ആവട്ടെ, ഇനിയും ടൈം ഉണ്ടല്ലോ, പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് വെക്കുന്നത്. പിന്നെ അതായത് വലിയ കാര്യമായിട്ടൊരു ഐഡിയ ഇല്ലാതെ വെറുതെ റാൻഡം ആയിട്ട് ഈ പ്രിഫറൻസിലേക്ക് വേണ്ടിയിട്ട് സിറ്റീസ് സെലക്ട് ചെയ്യുന്നത്. ഇനി അധികം ആൾക്കാരും ശ്രദ്ധയിൽ പെടാതെ ചെയ്ത് പോകുന്ന മിസ്റ്റേക്സ് ആണ് കൺഫേം കൊടുക്കാതെ സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രിഫറൻസും കാര്യങ്ങളൊക്കെ അവിടെ റീച്ച് ആവുകയുള്ളൂ. കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾ മോർണിംഗ് ടൈമിൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സെർവർ കുറച്ച് സ്മൂത്ത് ആയിരിക്കും. നിങ്ങൾക്ക് ഈസിലി എല്ലാം ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് മാത്രം ഈ ഒരു പ്രോസസ് ഒക്കെ ചെയ്യാൻ നിൽക്കുക. എന്തായാലും വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ വൈഫൈയിൽ തന്നെ ചെയ്യണമെന്നില്ല. മൊബൈൽ നെറ്റ്വർക്ക് ആണെങ്കിലും നല്ല നെറ്റ്വർക്ക് ഒക്കെ കിട്ടുന്ന പ്ലേസ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് ഈ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. മൊബൈലിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ലാപ്ടോപ്പ് ആണ്. നേരത്തെ മൊബൈലിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. മൊബൈലില് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് നോക്കണം എന്ന് മാത്രം. സോ ഇത് ആരും മറക്കാതെ എത്രയും പെട്ടെന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. IMUCTന്റെ എക്സാം ഡേറ്റിംഗ് അടുക്കാറായിട്ടാണ് ഉള്ളത്. സോ എല്ലാവരും പ്രിപ്പറേഷന്റെയും കാര്യങ്ങളൊക്കെ തിരക്കായിരിക്കും. എന്ന് കരുതിയിട്ട് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മറന്നു പോകരുത്. ഒരുപാട് പേര് എനിക്ക് ഈ ഒരു സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ഇഷ്ടപ്പെട്ട സിറ്റിയിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും 2 ദിവസം കഴിഞ്ഞു എന്നിട്ട് പോലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത്. അത്രയും കമന്റ്സും കാര്യങ്ങളും വന്നതുകൊണ്ടാണ്. സോ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അഥവാ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും IMUCT റിലേറ്റഡ് അല്ലെങ്കിൽ മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ജസ്റ്റ് കമന്റ് ആയിട്ട് ചോദിക്കാം. ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.